കണ്ണാ ഡാ കണ്ണാ ഡാ എടാ ഒന്ന് കടയിൽ പോയിക്കേ, എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഹാലോവിൻ ആണ്. അതുപോലെ എനിക്കൊരു മാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്ന വഴി. നാളത്തെ വന്ന് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞുകൂടാ, ഇന്നലെ തന്നെ കിട്ടി. അപ്പോൾ അവരെ പേടിപ്പിക്കാനുള്ളൊരു സംഭവം കൂടെ കിട്ടി. അപ്പോൾ ഗൈസ്, അവരുടെ പേര് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലണില്ല, അവരിങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് അവരെ പേടിപ്പിക്കാം. നമ്മുടെ മാസ്ക് പ്രാങ്ക് എന്തായാലും ഏറ്റിരിക്കുകയാണ്. ദീപൻ അവരെ കാണിച്ചു തരാട്ടോ. ഞാൻ ഇതിനല്ല വന്നത്. ഒരാളുടെ സ്വപ്നം ഞാൻ ഇന്ന് കണ്ടത്, അത് പറയാൻ ഞാൻ വന്നത്. പറഞ്ഞോട്ടെ. അല്ലേ ഞാൻ ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാനൊരു സ്വപ്നം കണ്ടു. ഇപ്പൊ കിടന്ന് ഉറങ്ങണേരുന്നു. അപ്പൊ ഒരു സ്വപ്നം കണ്ടേ. എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്നോട് പറഞ്ഞ് കടയിൽ പോകും. അപ്പൊ ഞാൻ കടയിൽ പോയപ്പോ കടയിൽ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ട് ആ വളവിൽ കൂടെ തിരിയില്ല, മറ്റേ നമ്മളുടെ ലൈൻ കഴിഞ്ഞിട്ടുള്ള അവിടെ എത്തിയപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ നിന്ന് ഒരു അടർച്ച. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടിച്ചത് സ്വപ്നോട് എന്ത് വേണമെങ്കിലും നടക്കാം. അപ്പൊ ആ കാര്യം ഞാൻ അത് അപ്പൊ ആ വീട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് കയറിയപ്പോ പെട്ടെന്ന് വാതിലടഞ്ഞു. ഞാൻ മേളിൽ നിന്നായിരുന്നു വോയിസ് പറഞ്ഞ. അപ്പോൾ മേളിലോട്ട്
മാസ്ക് ആയിരുന്നു. മാസ്ക് അല്ല, ആ ഫേസ് ഉള്ള ഒരാളാണ് എന്നെ ഇങ്ങനെ ഈ റൂമിൽ കയറ്റിയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്താണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഞാൻ ഞെട്ടി എണീറ്റത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ ഇങ്ങോട്ട് വന്നത്. നീ പേടിപ്പിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഇപ്പൊ ഒന്നു ഇത് പറയാൻ വേണ്ടി ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെറുതെ ഇരുന്നത്. രാവിലത്തെ ഓരോ സ്വപ്നങ്ങളൊക്കെ എൻ്റെ ആണെങ്കിൽ ഞാൻ ദിവസമൊക്കെ അങ്ങിയതൊക്കെ ഒന്നും പേടിക്കാനുള്ള ഒന്നുമില്ല ഫുഡ് കഴിക്കാൻ.